പറയുന്ന വിഷ്വലൈസേഷനെ പറ്റിയാണ്. അപ്പൊ എല്ലാവരും എഴുതിയൊക്കെ വെക്കുക പറയുന്ന പ്രധാന പോയിന്റ്സ് കേട്ടോ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ വെൻ യു വിഷ്വലൈസ് ദെൻ യു മെറ്റീരിയലൈസ് എന്നാ പറയാം. അതായത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സങ്കല്പത്തില് നമ്മുടെ ഇമാജിനേഷനിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് നമ്മുടെ കയ്യിലേക്കും നമ്മൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ചിന്തയിലൂടെ ഇമാജിനേഷനിലൂടെ നമ്മൾ കൊടുക്കുന്നതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ഫോമില് റിയാലിറ്റിയിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഫ്രീക്വൻസിയെ ട്യൂൺ ചെയ്യുന്നതിനുള്ള കുറേ ട്യൂൺസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ഒരു ടൂൾ എന്ന് പറയുന്നത് തന്നെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നു, കഴിഞ്ഞു എന്നാണ് നമ്മളെല്ലാം അല്ലെ തിങ്ക്, ആക്ട്, ബിലീവ് എല്ലാം നടന്നു കഴിഞ്ഞു എന്നാണ് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ, ലോ വൈബ്രേഷൻസ് ടെക്നിക്സുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ അതാണ്, എന്താണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് ഗോളാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ള സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതൊരു കാർ ആകാം, അതൊരു TV ആകാം, ഒരു മൊബൈൽ ഫോൺ ആകാം, ഒരു വീടാകാം, ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യണം, ഓക്കെ അതാകാം, പൈസയാകാം, അങ്ങനെ എന്തുമാകാം. അത് പ്രോപ്പറായിട്ട് വിഷ്വലൈസേഷനിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരു റൂമിൽ, നിങ്ങളുടെ വീടിനുള്ളിൽ ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലെ. ഈ വസ്തുക്കളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ അത് പലവട്ടം നിങ്ങളുടെ തോട്ട്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയേ, പലവട്ടം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചിന്തകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, നിങ്ങളുടെ സങ്കല്പങ്ങളിലൂടെ ഇമാജിനേഷനിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സാധനം ഇവിടെ ഇരിക്കുന്നത്. ഒരു മൊബൈൽ, ഇപ്പൊ എന്റെ മൊബൈൽ ഇവിടെ ഇരിക്കുന്നു, ഈ പെർട്ടിക്കുലർ മൊബൈൽ ഞാൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി എപ്പോഴേക്കോ എന്റെ മൈൻഡിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന TV ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് ആകാം, ഒക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ ഒത്തിരി വട്ടം നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ബുക്ക്, ഇത് ഞാൻ ആക്ച്വലി വാങ്ങിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒത്തിരി വട്ടം ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. ഇത് ആരെങ്കിലും വായിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ദ പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ജോസഫ് മർഫിയുടെ ബുക്കാണ്. എഴുതി വെച്ചോ, എപ്പോഴെങ്കിലും വായിക്കാൻ പറ്റുമ്പോൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വായിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയും ജോസഫ് മർഫിയുടെ ബുക്കാണ്. മലയാളത്തിൽ, ഇംഗ്ലീഷിലൊക്കെ അവൈലബിൾ ആണ്. ദ പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ ശക്തി. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിനെ വളരെ ഗംഭീരമായി വിശദമായിട്ട് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. എങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പറ്റുമ്പോൾ എടുത്ത് വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അത് പലവട്ടം തോട്ട്സിലൂടെയും വിഷ്വലൈസേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി വിഷ്വലൈസേഷൻസിന്റെ 3 പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നാൻ പോകുന്നത്. നമ്പർ 1 സ്റ്റെപ്പ്, ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക്. എന്താണ് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്, ക്ലിയർ ആൻഡ് ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകണം. നമുക്ക് ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോൾ അത് റാൻഡം ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഏടേണ്ട കാരണം ഇവിടെയാണ്, അതിന്റെ ഫ്രീക്വൻസി ഇവിടെയാണെങ്കിൽ അതില് 10% ക്ലാരിറ്റി മതിയോ? പോരാ. 20 മതിയോ? പോരാ. 90 മതിയോ? പോരാ. 100% ക്ലാരിറ്റി നമുക്ക് കൊടുക്കണം. അപ്പം മാത്രമേ അതിന്റെ എക്സാക്ട് ഫ്രീക്വൻസിയിൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും, അത് 100% ക്ലാരിറ്റി വേണം, ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി വേണം. ഓക്കെ, എന്തിനു വേണ്ടി ഈ സാധനം ഞാൻ എന്തിനു അട്രാക്ട് ചെയ്യുന്നു, അതിനൊരു പർപ്പസ് ഉണ്ടാവണം. എല്ലാത്തിനും ഒരു വീട്, അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യൻ എന്തും ചെയ്യുന്നത് എന്തിനാ നിങ്ങൾക്കറിയോ? എന്തിനാണ് നമ്മൾ ഇപ്പൊ പൈസയാണ് പ്രശ്നമെങ്കിൽ എന്തിനാ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്? നമ്മൾ ലൈഫിൽ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാ? എന്ത് മനുഷ്യനും ഒരു വീട് ഉണ്ടാക്കാനാണ് ഓടി കഷ്ടപ്പെടുന്നത്, ലോൺ എടുക്കുന്നത് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? എന്ത് മനുഷ്യനും ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇന്നേറ്റ് ആയിട്ട് അൾട്ടിമേറ്റ്ലി ഒരു പർപ്പസ് ഉണ്ടാകും. ഒരു പർപ്പസ്, ഒരു ഇമോഷൻ ഉണ്ടാകും. മനസ്സിലാവുണ്ടോ? ആ സ്റ്റേറ്റിലേക്ക് എത്തി അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് പർപ്പസിന് വേണ്ടിയാണ്? നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒക്കെ റിയൽ പർപ്പസ് എന്താണ്? നിങ്ങൾ ഫൈനാൻഷ്യലി സെക്യൂർഡ് ആയിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഒരു ബേർഡനും ഇല്ലാതെ ആവശ്യത്തിലധികം പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒക്കെ സ്മൂത്ത് ആയിട്ട് നടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതാണ് നിങ്ങളുടെ ലൈഫിന്റെ റിയൽ ഗോൾ എങ്കിൽ അതിന്റെ റിയൽ പർപ്പസ് എന്താ? എന്തിനാ നിങ്ങൾ അവിടെ എത്തണം? അത് ഓരോ മനുഷ്യരെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഒരാൾക്ക് ഒരു 1000 രൂപ ഉണ്ടാക്കണം എന്ന് വിചാരിക്കണമെങ്കിൽ ആ 1000 രൂപ ഉണ്ടാക്കണം, അതൊരു സെയിം ഗോൾ ആണെങ്കിലും പല മനുഷ്യനും പല പർപ്പസ് ആണ് അതിനുള്ളത്. ഒരാൾക്ക് 1000 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനുണ്ടാവും, ചില ആൾക്ക് കുട്ടിയുടെ ഫീസ് കൊടുക്കാനായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാനായിരിക്കും, ചിലർക്ക് അതുകൊണ്ട് വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പർപ്പസ് ഡിഫറെന്റ് ആണ്.
നിങ്ങളുടെയൊക്കെ ഡിസയേഴ്സിന് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടാവണം. ആ ഡിസയേഴ്സിന് ഒരു മെന്റൽ പിക്ചറും ഉണ്ടാകണം. ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചോ. നിങ്ങൾക്ക് പല മെന്റേഴ്സും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ഡിസയേഴ്സിന്. എനിക്ക് നിങ്ങൾ പെയ്ഡ് സെഷൻസിൽ പോലും അവർ ഇത്രയും ക്ലാരിറ്റിയിൽ പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മെന്റൽ പിക്ചർ വേണം. സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു കാര്യം അട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ അതിനൊരു മെന്റൽ പിക്ചർ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു എനിക്ക് 1,00,000 മുകളിൽ സമ്പാദിക്കണം. ഒരാളിൽ എഴുതേണ്ട അഫർമേഷൻ ആണ്. പക്ഷേ അതെന്താണ് 1,00,000 മുകളിൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഫിഗർ, ഒരു എക്സാക്ട് ഒരു പിക്ചർ ഉണ്ടോ? അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് പറ്റില്ല. ഒരു പിക്ചർ മൈൻഡിന് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ആലോചിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു പിക്ചർ ഫോമിന് മൈൻഡിലേക്ക് ഒരു പിക്ചർ വരുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഗോളിന് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ അതിനൊരു പ്രോപ്പർ പിക്ചർ വേണം. ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അങ്ങനെ പറയുമ്പോൾ ആലോചിക്കുക ഒരു കൺഫ്യൂഷനാണ്. ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, അതിനെപ്പറ്റി തിങ്ക് ചെയ്യൂ. എൻ്റെ മൈൻഡിലേക്ക് ഒരു പിക്ചർ വരുന്നില്ല. ബിക്കോസ് അതിനൊരു ക്ലാരിറ്റി ലാക്കിയാണ്. ഓക്കെ, ഞാൻ ഹെൽത്തി ആവണം എന്ന് ആലോചിക്കുമ്പോഴും ചിലർക്ക് വലിയ പിക്ചർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ഒരു പിക്ചർ ഫോമിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റണം. ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് പറ്റണം? പിക്ചർ കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ പിക്ചർ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം ഒന്നാമത് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. അതൊരു പിക്ചറിയൽ ഫോം മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് റിയാലിറ്റിയിലേക്ക് അക്സെപ്റ്റ് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മേ ബി നിങ്ങളുടെ ഗോൾസിന് ഒരു ക്ലാരിറ്റി ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എന്തൊക്കെ ടെക്നിക്സ് ചെയ്തിട്ടും മാനിഫെസ്റ്റേഷൻ ഡിലേ ആവുന്നത്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് ഒരു കാറാണെങ്കിൽ ആ കാറിന്റെ മോഡൽ, എക്സാക്ട് മോഡൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. കളറ് ക്ലാരിറ്റി ഉണ്ടാവണം. ഏത് ടൈപ്പാണ്, ഏത് മോഡൽ വണ്ടിയാണ്, ഏത് സമയത്താണ് ഞാൻ ആ വണ്ടി മേടിക്കേണ്ടത്, ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ടാവണം. ഒരു വീടാണെങ്കിൽ ആ വീടിന് എത്ര റൂം ഉണ്ടാവണം, അതിന്റെ റൂഫ് എങ്ങനെയാവണം, അതിന്റെ ബാക്കി ഇന്റീരിയർ വർക്ക്സ് എങ്ങനെയാണ്, ഫ്ലോറിൽ ഏത് ടൈല് ഞാൻ ഇടണം, അടുക്കളയുടെ സ്ലാബ് എങ്ങനെയാവണം, അവിടെ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവണം. ഒരു ഓഫീസാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓഫീസിന്റെ ഓരോ കോർണറും എങ്ങനെയായിരിക്കണം. ഒരു പാർട്ട്ണറെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക, ആൾ എങ്ങനെയായിരിക്കണം, അയാളെ കാണാൻ എങ്ങനെ ഉണ്ടാവണം, അയാളുടെ സംസാരം എങ്ങനെ ഉണ്ടാവണം, അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടാവണം. ക്ലിയർ കട്ട് ക്ലാരിറ്റിയിൽ കൊടുക്കാൻ പറ്റണം. ഓക്കെ, നമ്പർ 2. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ക്ലിയർ ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, നമുക്കതിന് പിക്ചറൽ ഫോമും ഉണ്ട്. രണ്ടാമത്തെ കാര്യം റിലാക്സ് ആൻഡ് വിഷ്വലൈസ്. ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് വിഷ്വലൈസേഷൻ പ്രോസസ്സിലേക്ക് കൊടുക്കണം. എങ്ങനെയാന്ന് പറഞ്ഞാൽ ചടപടയെന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ചിട്ടല്ല വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, അപ്പൊ പെട്ടെന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് പോയിട്ട് എൻ്റെ വീട്ടിലെ പണിയൊക്കെ തരട്ടെ, അങ്ങനെയല്ല നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് നമ്മൾ അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പവർഫുൾ ടെക്നിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചടപടയെന്ന് റഷായിട്ട് ചെയ്യരുത്. സമയമെടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി. സമയമെടുത്ത് റിലാക്സ് ചെയ്ത് അതിനൊരു സമയം കണ്ടുപിടിക്കാതെ ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സമയമെടുത്ത് റിലാക്സ് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കണം. റിലാക്സ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യണം. എങ്ങനെയാണ് വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. റിലാക്സ് ചെയ്തിരുന്നിട്ട് നിങ്ങളുടെ കണ്ണടയ്ക്കുക. എപ്പോഴും കണ്ണടയ്ക്കുന്നത് ഏത് പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ കണ്ണ് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും നമ്മൾ കേട്ടോ. അത് കണ്ണടച്ചിട്ട് ഒരു 1, 2, 3 ഡീപ്പ് ബ്രെത്ത്സ് നിങ്ങൾക്ക് എടുക്കാം. ശ്വാസം അകത്തേക്കും പുറത്തേക്കും കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ഡിസയർ, എന്ത് ആഗ്രഹമാണോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്, ബെറ്റർ ഒരു ആഗ്രഹത്തിന് വേണ്ടി കുറെ കാലം വിഷ്വലൈസേഷൻ കണ്ടിന്യൂ ചെയ്യുക. അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തത് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം ലൈഫ് ആണെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്ത് വിഷ്വലൈസ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിലധികം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം. എന്നിട്ട് ആ ഗോൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളത് ഈ മൊമെന്റിൽ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്യണം. ഈ മൊമെന്റ് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്ന് വിഷ്വലൈസ് ചെയ്യണം. കാണുമ്പം ഓൾറെഡി ഒരു ഹൗസ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഹൗസിന്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ടും ആ വീട്ടിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. 1 രൂപ പോലും കടം ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിൽ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരുന്നിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
അപ്പൊ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരു റേഡിയോ ചാനൽ നമ്മൾ ട്യൂൺ ചെയ്യുന്നത് പോലെ കറക്റ്റ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് ട്യൂൺ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒരു 3 ഡേയ്സിന്റെ ഒരു ട്രിപ്പ് ഹോളിഡേ പോകാനാണ് വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയാണെന്നറിയോ? ഏത് റിസോർട്ടിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത്, ആ റിസോർട്ടിന്റെ കറക്റ്റ് പിക്ചർ എങ്ങനെയുള്ള റിസോർട്ട് ആവണം, അവിടെ എങ്ങനത്തെ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്, അവിടെ അവിടെ രാവിലെ ഇരുന്ന് നല്ല തണുപ്പുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വയനാട്, ഊട്ടി, എവിടെ കൊടൈക്കനാൽ എവിടെയെങ്കിലും ആണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ ഇരിക്കുമ്പം ആ ക്ലൈമറ്റ് ഫീൽ ചെയ്യാൻ പറ്റണം. ആ ക്ലൈമറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു കപ്പ് ഓഫ് ചൂടുള്ള കാപ്പി നിങ്ങളുടെ കൈ പിടിച്ചിട്ട് നിങ്ങളത് കുടിക്കുന്നതായിട്ട് ജസ്റ്റ് ഇമാജിൻ. എത്ര ഡീറ്റെയിൽ ആണെന്ന് ആലോചിക്കേ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവിടെ ഒത്തിരി സെൻസസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഫീൽ ചെയ്യാൻ പറ്റും, ബോഡിയിൽ ഫിസിക്കലി ഫീൽ ചെയ്യാൻ പറ്റും. ആ കോഫി അല്ലെങ്കിൽ ടീ നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ അത് വിഷ്വലി കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് ആവി വറക്കുന്നതായിട്ടുണ്ട്. അത് വായിലേക്ക് കുടിക്കുന്നതാക്കുമ്പോൾ മേ ബി ആ ടേസ്റ്റ് വരെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണം നിങ്ങൾ ആ മൊമെന്റിൽ ഇരുന്നിട്ട് ഇപ്പൊ പ്രസന്റ് മൊമെന്റിൽ അത് വിഷ്വലൈസ് ചെയ്യുന്നു. ഞാൻ പറയുന്ന ഓരോ കാര്യം അത്രയും സീരിയസ് ആയിട്ട് കേൾക്കുക. ഓരോ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ഇത് ഹാപ്പനിങ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമാജിൻ ചെയ്യിക്കാൻ. ഓക്കെ, പ്രസന്റ് മൊമെന്റിൽ, ഈ മൊമെന്റിൽ നിങ്ങളത് നടക്കുന്നു എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്യുക. അപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ എക്സാക്ട് എനർജി ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ആക്ച്വലി ഈ ഒരു ഡിസൈറും നിങ്ങളും തമ്മിൽ അലൈൻമെന്റിൽ വരിക. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് ബി ക്ലാരിറ്റി ഉണ്ടാവണം. 2 റിലാക്സ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. പ്രസന്റ് സ്റ്റേറ്റിൽ അത് ഹാപ്പനിങ് ആണ് എന്നുള്ള രീതിയിലാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു 2 സ്റ്റെപ്സ്. നമ്പർ 3, അത് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫീൽ ദ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലെറ്റ് ഗോ. അതായത് അത് വിഷ്വലൈസ് ചെയ്തു, അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും പവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് പവർഫുൾ ടൂൾ. സീക്രട്ട് എന്ന് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഗ്രാറ്റിറ്റ്യൂഡിനെ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് വേർഡ്സ് ഇല്ല, അത്രയും പവർഫുൾ ആണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അത് കഴിഞ്ഞു. ഈ മൊമെന്റ്സിൽ എൻ്റെ ആഗ്രഹമൊക്കെ നേടി ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് യൂണിവേഴ്സിനോടും നിങ്ങളോടും ഈ ജേർണിയിൽ നിങ്ങളെ സഹായിച്ച എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ട് ലെറ്റ് ഗോ. അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ ആ ഗോളിൽ നിന്ന് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവണം നിങ്ങൾ. ഓക്കെ, അതായത് എൻഡ് ഓഫ് ദ വിഷ്വലൈസേഷൻ പ്രോസസ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ അത് ഓൾറെഡി അച്ചീവ് ചെയ്തു എന്നുള്ള ഫീലിലാണ് പിന്നെ അങ്ങോട്ട് ജീവിക്കേണ്ടത് നിൽക്കേണ്ടതൊക്കെ. ഇതൊക്കെ ചെയ്തിട്ട് 10-20 മിനിറ്റ് ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ കടമൊക്കെ കളഞ്ഞ് വളരെ ഫ്രീ ആയിട്ട്, കടക്കാരൊന്നും വിളിക്കുന്നില്ല, EMIs ഒന്നും പെയിന്റിങ് ഇല്ല, ഒക്കെ സെക്യൂർ ആയി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കരയാണ്. അയ്യോ എൻ്റെ കടം ഉണ്ടെന്ന് പറഞ്ഞ് കരയുവാണെങ്കിൽ ഇത് തമ്മിൽ ഒരു മാച്ചും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്കുക എന്തോ വിരോധാഭാസമാണത്. മീൻസ് മൈൻഡ് അവിടെ കൺഫ്യൂസ് ആയി പോയി. ഇയാൾ കുറച്ച് മുന്നേ വളരെ ഇന്റൻസ് ആയിട്ടാ കൊള്ളാം ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ സെറ്റ്. ഞാൻ ഇതിനുള്ള വർക്കിലാണ്. സബ് കോൺഷ്യസ് എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താ വിചാരിക്കുക, ഞാൻ ഇയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള വർക്കിലാണ് നടന്നുകൊടുക്കുമ്പോ ഇയാൾ എന്താ ചെയ്യുന്നത്, ഇയാൾ പിന്നെയും പഴയ അവസ്ഥയിലേക്ക്, ശങ്കരൻ പിന്നെയും തെങ്ങി തന്നെ കേട്ടിട്ടില്ലേ? അതേപോലെ അവിടെ തന്നെ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് വളം വെക്കുകയാണെങ്കിൽ അത് വർക്കാവില്ല. വർക്കാവില്ല എന്ന് പറഞ്ഞാൽ വർക്കാവില്ല. 100% ഉറപ്പാണ് കേട്ടോ. അപ്പോ അതിനെ പറ്റിയുള്ള വറീസ്, ടെൻഷൻസ്, ഡൗട്ട് ഒന്നും പാടില്ല. നടന്നു കഴിഞ്ഞു, ഇറ്റ്സ് ഓൾറെഡി ഡൺ. അപ്പൊ പിന്നെ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തിന്, ഉറപ്പുള്ള കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ? നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപയ്ക്ക് അത്യാവശ്യമുണ്ട്, 1000 രൂപ കിട്ടി, പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കുവോ? ഫൂളിഷ്നെസ് ആണത് അല്ലെ? 1000 രൂപ കിട്ടി, ഞാൻ എന്താ ടെൻഷൻ അടിക്കുന്നത്? 1000 കിട്ടിയില്ലേ, ഇനി കാര്യം നടത്തുകയാണ് വേണ്ടത്. അതേപോലെ എക്സാക്ട്ലി അത് കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം. റഷ് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യരുത്. ടേക്ക് യുവർ ഓൺ ടൈം. ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്യണം. എല്ലാ സെൻസസിനെയും യൂസ് ചെയ്തുകൊണ്ട് അത് കറക്റ്റായിട്ട് കാണുന്നു. അവിടെ ആൾക്കാർ സംസാരിക്കുന്ന വോയിസസ് വരെ, ഞാൻ ഓഡിറ്ററി വരെ ഞാൻ വിഷ്വലൈസേഷനിൽ കാണാറുണ്ട്. ഇപ്പൊ അറിയോ, നിങ്ങൾ എൻ്റെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലും എൻ്റെ ഒരു വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റ് ആയതാണ്. അതൊക്കെ ഞാൻ ഈ ലൈഫ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് മേ ബി ഒരു 5-6 പേര് എൻ്റെ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവണം എന്ന് ഞാൻ പണ്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുന്നതും ഞാൻ പറയുന്ന പോയിന്റ്സ് എഴുതിയെടുക്കുന്നതും എൻ്റെ
സെഷൻസ് എടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ പേഴ്സണലി എനിക്ക് അയക്കുന്നതും മാം ഇതിങ്ങനെ ചെയ്തിട്ട് പ്രദീപ് സാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടി വയ്ക്കാണ് ഗ്രൂപ്പിലേക്ക്. അത് ഒത്തിരി വട്ടം എന്റെ വിഷ്വലൈസേഷനിലൂടെയും എന്റെ അഫോർമേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഓക്കെ, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്കൊരു ക്ലയന്റ് വരുന്ന തൊട്ട് ഞാൻ ഈ ഒരു ക്ലിനിക്ക് ഉണ്ടാക്കിയ തൊട്ട് ഒക്കെ എല്ലാത്തിലും ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്ററി വിഷ്വൽ ഒക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റിയിൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഈ മൊമെന്റിൽ പ്രസന്റ് മൊമെന്റിൽ അത് ഹാപ്പനിങ് ആണെന്നുള്ള ഫീൽ കൊടുത്തിട്ടാണ് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്, വിഷ്വലൈസ് ചെയ്യേണ്ടത്. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. അത് നടന്നു കഴിഞ്ഞാലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് അത് നടന്നു എന്ന് ബിലീവ് ചെയ്യുക. പിന്നീട് അതിനുള്ള ഡൗട്ടും പിന്നെന്താ പറയുന്നത് ടെൻഷൻസും വറീസും ഒന്നും അവിടെ ഒരു സ്ഥാനവും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻസും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പണ്ടേ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിതൊക്കെ അറിയുന്നതിന് മുന്നേ അത് നെഗറ്റീവ് ആയിട്ടായിരുന്നു അല്ലേ? ഇപ്പൊ മനസ്സിലാവില്ലേ? അത് നെഗറ്റീവ് ആയിട്ടായിരുന്നു. എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്, യൂണിവേഴ്സ് തന്നോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ചോദിക്കുന്നേ ഉണ്ടായിരുന്നു, അത് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവ് ആയിട്ടായിരുന്നു എന്ന് മാത്രം. അപ്പൊ അതിപ്പോ ഇതറിഞ്ഞ ശേഷം നമ്മൾ ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. യെസ്, അപ്പൊ ഡൗട്ട്ഫുൾ ആയിട്ടും ടെൻസ്ഡ് ആയിട്ടും ഒന്നും ഇരിക്കരുത്. യെസ്. ഇനി മൂന്ന് പ്രാവശ്യം 3 സമയത്ത് നിങ്ങൾക്ക് ഈ വിഷ്വലൈസേഷൻ ചെയ്യാം. ഐ പ്രിഫർ ഏർലി മോർണിംഗ്. രാവിലെ നിങ്ങൾ എണീറ്റ് ആ സമയം അഫോർമേഷൻസ് റീഡ് ചെയ്യാനും വിഷ്വലൈസേഷൻ ചെയ്യാനും പറ്റിയ സമയമാണ്. കാരണം ആ സമയത്ത് നമ്മുടെ മൈൻഡ് ആൽഫ സ്റ്റേറ്റിലായിരിക്കും. ആൽഫ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ അലേർട്ട് ആയിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്തേക്ക് എന്തൊക്കെ ഡയറക്റ്റ്ലി കൊടുക്കുന്നു അത് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറും. കുട്ടികളോടൊക്കെ വെളുപ്പിന് എണീറ്റ് പഠിക്കാനൊക്കെ പറയില്ലേ, പക്ഷെ കുട്ടികളൊക്കെ മടിയൊക്കെ കാണിക്കും. ഇറ്റ് ഡിപ്പെൻസ് കേട്ടോ. ചില കുട്ടികൾക്ക് രാവിലെ പഠിക്കാൻ പറ്റില്ല, നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. ആ ഒരു മണ്ടത്തരവും നിങ്ങൾ പാരൻസ് ചെയ്യരുത്. എല്ലാ കുട്ടിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ലേൺ ചെയ്യാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് രാത്രി ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ചൈൽഡ്. കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച്, കുട്ടിയുടെ ബ്രെയിനിന്റെ ഡോമിനൻസ് അനുസരിച്ചിട്ട്, ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാകും. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റില്ല, എല്ലാ കുട്ടികൾക്കും വായിച്ചു പഠിക്കാൻ പറ്റില്ല, എല്ലാ കുട്ടികൾക്കും കേട്ട് പഠിക്കാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ചൈൽഡ്. ഓക്കെ, ഒരിക്കലും കുട്ടിയെ ഫോഴ്സ് ചെയ്യരുത്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും. അപ്പൊ രാവിലെ നിങ്ങൾ എണീറ്റ പാടെയാണ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന സമയം. അതേപോലെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്, ജസ്റ്റ് ബിഫോർ സ്ലീപ്പ്, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഈ സമയത്തും സബ് കോൺഷ്യസ് മൈൻഡ് വളരെ അലേർട്ടാണ്. അതുകൊണ്ടാണ് രാത്രി ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയാലും അത് പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് കിടന്നുറങ്ങണം എന്ന് അറിയുന്നത്. ഓക്കെ, വഴക്കൊക്കെ അവിടെ തീർന്നിട്ടുണ്ടാവും, പക്ഷെ മനസ്സിൽ ഈ ഒരു തോട്ട് കൊടുത്തിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ പിറ്റേ ദിവസം മുഴുവൻ ഡേ ഫോക്കാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു പാട്ടിന്റെ ഒരു വരി എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കേ, ആ ഒരു ഡേ ഫുള്ള് നമ്മുടെ മൈൻഡിൽ ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു ഡേ ഫുള്ള് നമുക്ക് ആ പാട്ട് വായിലിങ്ങനെ വന്നോണ്ടിരിക്കും അല്ലെ? അതങ്ങനെയാണ്. എന്തോന്ന് വെച്ചാൽ അങ്ങനെയാണ്. ആദ്യമായിട്ട് അത് മൈൻഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ രാവിലെ കൊടുക്കുന്ന തോട്ടും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കൊടുക്കുന്ന തോട്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ സമയമാണ് വിഷ്വലൈസേഷൻ നല്ലതാണ്, ഏർലി മോർണിംഗ്. ഓക്കെ, അതുപോലെ ജസ്റ്റ് ബിഫോർ സ്ലീപ്പ്, ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും ഉറങ്ങുന്നതിന് ഒരു 40 മിനിറ്റ് മുൻപും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 30 മിനിറ്റും എഴുതി വെച്ചു. ആദ്യത്തെ ഉണർന്നു തൊട്ട് ആദ്യത്തെ 30 മിനിറ്റും 30 മിനിറ്റ്സിന്റെ ഉള്ളിലും, രാത്രി ഉറങ്ങുന്നാൻ കിടക്കുന്നതിന് മുന്നേ ഉള്ള 40 മിനിറ്റും ആണ് ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരു സമയം. അതേപോലെ ഇത് 3 നേരം ചെയ്യുന്നതാണ്. ഞാൻ 3 നേരം ചെയ്യാറുണ്ട്. 3 എന്ന് പറഞ്ഞാൽ 2 നേരം മസ്റ്റായിട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ത്രൂ ഔട്ട് ദ ഡേ എപ്പോഴൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. എൻ്റെ ലാസ്റ്റ് ഐ തിങ്ക് 19th ഡേ, 19th അല്ല, നമ്മൾ ലാസ്റ്റ് എടുത്ത് 18th അല്ലേ, 18th ഡേ ഓഫ് മാജിക് പ്രാക്ടീസിൽ ഞാൻ പറയുന്നുണ്ട് അതിലൊരു ടെക്നിക്ക്, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ടു ഡു ലിസ്റ്റ് അല്ലല്ലോ, അതിന് മുന്നേ പറഞ്ഞ ഒരു കാര്യത്തില് ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ ഞാൻ പറയുന്നുണ്ട് റോണ്ട ബാറിന്റെ മകളുടെ കാര്യം. അവരൊരു പേഴ്സ് വാലറ്റ് മിസ്സായി പോയിട്ട് പിന്നീട് അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ടെൻഷൻ തോന്നുമ്പോൾ ഒക്കെ അവർ ഇരുന്നിട്ട് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. ഈ പേഴ്സ് കയ്യിൽ വരുന്നതായിട്ടും അതിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അതിലുള്ളതായിട്ടും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇവരുടെ കിട്ടുന്നതും അത് വിഷ്വലൈസ് ചെയ്യും, അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അവർക്ക് വേണമെങ്കിൽ അവിടെ കുത്തിയിരുന്ന് കരയാം, അയ്യോ എന്റെ പേഴ്സ് പോയേ, എന്റെ പൈസ പോയേ, അല്ലെ എന്റെ സാധനങ്ങൾ പോയേ, എന്റെ ATM കാർഡ് പോയേ, ID കാർഡ് പോയേ എന്ന് പറഞ്ഞ് കരയായിരുന്നു. അവർ കരഞ്ഞില്ല, അവർക്ക് ഉറപ്പായിരുന്നു തിരിച്ചു കിട്ടും എന്നുള്ളത്. ബിക്കോസ് അവർക്ക് ബിലീവ് ചെയ്തിരുന്നു, അവരെ യൂണിവേഴ്സിൽ ബിലീവ് ചെയ്തിരുന്നു, അവരതിരുന്ന് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി.
എപ്പോഴൊക്കെ ടെൻഷൻ വരുന്നു അപ്പോഴൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് ഓട്ടോമാറ്റിക്കലി കുറയും കേട്ടോ. അതേപോലെ തന്നെ ഒരു ഡേയിൽ നിങ്ങൾ എപ്പോഴൊക്കെ നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് വന്നിരുന്ന് ചെയ്ത് പോകരുത്. കുറച്ച് സമയം കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു അതിനുള്ളൊരു ആ ഒരു സ്റ്റേറ്റിലേക്ക് മൈൻഡും ബോഡിയും കൊണ്ടുപോകണം. ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ബോഡി ആദ്യം റിലാക്സ് ചെയ്യാന്നുള്ളതാണ്. മൈൻഡും ബോഡിയും അടയും ചക്രയും പോലെ എന്താ പറയല്ലോ, അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, എന്താ അങ്ങനെ ഭയങ്കര ഇങ്ങനെ കട്ടയാണ് രണ്ടും. ഓക്കെ, അപ്പൊ മൈൻഡ് റിലാക്സ് ആവണമെങ്കിൽ ബോഡി റിലാക്സ് ചെയ്യാം. ബോഡി റിലാക്സ് ചെയ്താൽ മൈൻഡ് ഓട്ടോമാറ്റിക് റിലാക്സ് ആവും. അപ്പൊ മൈൻഡ് ഭയങ്കര ടെൻഷനും ഫ്രസ്ട്രേഷനും ആവശ്യമില്ലാത്ത കാട്ട് കയറി ചിന്തിച്ചു പോകണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ റിലാക്സ് ചെയ്യുക. ബോഡീനെ റിലാക്സ് ചെയ്യാൻ കുറെ കാര്യം ചെയ്യാൻ പറ്റും. ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ബ്രീത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ നമുക്കൊരു 10 താഴ്ത്തി കൗണ്ട് ചെയ്ത് വരാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 കൗണ്ട് ചെയ്ത് വരാം. എനിക്ക് ഒത്തിരി കാര്യത്തിൽ ശ്രദ്ധിക്കാം. ഇനി 2 റൗണ്ട് ഓടിയിട്ട് ഒന്ന് വന്നിരിക്കാം. തോട്ട്സ് ഒക്കെ കുറയും. ബിക്കോസ് ഫിസിക്കലി അവിടെ തോട്ട്സ് ഇന്ററപ്ഷൻ വന്നിട്ടുണ്ട്. ഒരു ഭയങ്കരമായിട്ട് സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന കാശ് എടുത്താൽ പോലെ ഒരു 2-3 ഗ്ലാസ് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തെടുത്ത് കുടിക്കാം. ആ തോട്ട് അങ്ങോട്ട് പോകും. മനസ്സിലാവുണ്ടോ? ബിക്കോസ് ആ പാറ്റേൺ അവിടെ ഇന്ററപ്റ്റ് ആവും. അപ്പൊ ഫിസിക്കലി കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വന്നിട്ട് ശേഷം ഞാൻ പറഞ്ഞ 3 സ്റ്റെപ്സിലൂടെ പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കി വെച്ച് ഇപ്പം ഒരു എന്തെങ്കിലും ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നടക്കാൻ പോകുന്നൊരു കാര്യം അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മിക്ക കാര്യം ചെയ്യാറുണ്ട്. എൻ്റെ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയിട്ടൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഫേവറബിൾ ആയിട്ട് ആ സിറ്റുവേഷൻ വരണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഇപ്പൊ നാളെയാണ് ക്ലാസ്സെങ്കിൽ തലേ ദിവസം എങ്ങനെയായിരിക്കും ആരുടെ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഞാൻ ആ ക്ലാസ്സിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നേ നമുക്ക് വിഷ്വലൈസേഷനിലൂടെ ചെയ്യാൻ പറ്റും. ഇനി ഒരു ഡേ നിങ്ങളുടെ അങ്ങനെയല്ല പോയിരുന്നു, ഇറ്റ്സ് ഓക്കെ. ആ ഡേയുടെ അവസാനം ആ ഡേ എങ്ങനെയായിരുന്നു ആകേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ, അത് ഓൾറെഡി നെഗറ്റീവ് ആയിരിക്കും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഡേ എങ്ങനെയായിരുന്നു ആക്ച്വലി ആകേണ്ടത് അതേപോലെ നിങ്ങൾക്ക് എഗെയിൻ മൈൻഡിൽ റീഫ്രെയിം ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഇനി കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് പോകും. ഓക്കെ, നമ്മളിന്ന് വിഷ്വലൈസേഷനെ പറ്റിയാണ് പറഞ്ഞത്. ഐ തിങ്ക് ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ അത് മാക്സിമം ക്ലാരിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വിഷ്വലൈസേഷൻ ഇവിടെ കഴിയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞതിൽ റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടോ, മനസ്സിലാവാഞ്ഞത് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാട്ടോ. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആയിട്ടുള്ളവർക്ക് സി എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. ക്ലാരിറ്റി കിട്ടി, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സി ടൈപ്പ് ചെയ്യാം. ഡൗട്ട് ഒന്നുമില്ല, ഇനി ഞാൻ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ഓഫ് കോഴ്സ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്തിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം, നല്ലതാണ്. ഇനി അതർ ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? ഐ മീൻ ക്ലാരിറ്റി കുറവൊന്നുമില്ലല്ലോ?